അങ്ങനെ കുറേ നാൾ കൊണ്ട് കാത്തിരുന്ന് ഓണം എത്തി. തിരുവോണം ഇതേ തീർന്നു. ഇനിയും തിരുവോണം കഴിഞ്ഞാൽ അവിട്ടം, ചതയം. ഈ 2-3 ദിവസം കൊണ്ട് ഓണം ഏകദേശം തീരും. പിന്നെ ആറന്മുളക്കാർക്ക് ഉത്രട്ടാതി വള്ളംകളി ഉണ്ടല്ലോ. അപ്പം ആ ഒരു വള്ളംകളിയോടുകൂടി ആ ഒരു ഇത്. പിന്നെ ഓച്ചിറയിൽ 28ാം ഓണമുണ്ട്. ആ 28ാമത്തെ ദിവസം കൊണ്ട് ഓണമെന്നുള്ളത് ഈ വർഷത്തെ ആ ചടങ്ങ് കഴിയുകയാണ്. എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് കരുതുന്നു. ഇവിടെ രാവിലെ ഞങ്ങൾ പിന്നെ ഇപ്പം കുഞ്ഞിൻ്റെ കാര്യം അറിയാം. ഒത്ത പ്രാവശ്യം പുറകെ നടന്ന് വിളിക്കുമ്പോഴാണ് ചിലപ്പം തല്ലും പിടിക്കുകയൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ വേണ്ടി വരുന്നത്. രാവിലെ കുറേ പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റത്. രാവിലെ ദോശ സാമ്പാറും ഒക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അമ്പലത്തിലൊന്ന് പോയി കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് പിന്നെ തിരിച്ചു വന്നു. ഉച്ചയാറായപ്പോൾ ഹസ്ബൻഡ് വന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് സദ്യയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ അമ്പലത്തിൻ്റെ അടുത്തൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് 3 മണിക്കാണ്, പക്ഷേ അത് 4 മണിക്കാണ്. അപ്പം ഇവരൊക്കെ എല്ലാവരും കൂടെ കറങ്ങാൻ പോകുന്നത്. അപ്പം ഞാൻ ആ പരിപാടിക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് 4 മണിക്കാണ്. പിന്നെ ഞാൻ തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞു പിന്നെ ഉറങ്ങാനായിട്ട് വന്നു. പിന്നെ അവൾ ഉറങ്ങിയ സമയത്ത് ഞാൻ വീണ്ടും ചെന്ന് നോക്കി അവിടെ പരിപാടി തുടങ്ങിയെന്ന്. എവിടെ അവിടെ എപ്പോഴും ഈ സമയത്ത് പരിപാടി നടക്കുന്നേ ഉള്ളൂ. ഈ 6 മണി എങ്ങാണ്ടായെന്ന് തോന്നും പരിപാടി തുടങ്ങിയപ്പോൾ. 5:30-6 മണിയായെന്ന് തോന്നും. പുറത്തോട്ട് വലിയ ഒച്ചയൊന്നും കേൾക്കാത്തതുകൊണ്ട് അറിയത്തില്ല. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ അമ്മ ഇതുവരെ വന്നില്ല. ഇപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് അച്ഛനും മകളോട് പുറത്തേക്ക് ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട്. ഞാനിങ്ങനെ സിനിമകൾ കുറേ ഉണ്ടല്ലോ, 1-2 കാണണമെന്ന് വിചാരിച്ചിട്ടൊക്കെ അറ്റമൂലയൊക്കെ കണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, തുടരും എന്നുള്ളത്. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും എല്ലാവരും തന്നെ ഈ സമയത്തൊക്കെ കൂടുതലും ടിവിയുടെ മുന്നിലൊക്കെ ആയിരിക്കും അല്ലേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സിനിമകളൊക്കെ വീണ്ടും ഈ സിനിമകളൊക്കെ പിന്നെയും ഓരോരോ കാര്യം വരുമ്പോഴത്തേക്ക് അവർ വീണ്ടും ഇടും. പക്ഷേ ഈ പരിപാടികൾ കാണാതെ വീട്ടിലിരിക്കുന്നത് ഒരു വല്ലാത്തൊരു കുറവ് തന്നെയാണ് നമ്മുടെ ഓണത്തിനായാലും ഏത് ആഘോഷത്തിനായാലും. കാരണം പരിപാടി പിന്നെ അടുത്ത വർഷമേ ഉള്ളൂ. നമുക്ക് ഈ സിനിമകളൊക്കെ കാണണമെങ്കിൽ അത് നമ്മളൊന്ന് വിചാരിച്ച് ഇതൊക്കെ കാണാൻ പറ്റും വീണ്ടും. അപ്പോൾ അതുകൊണ്ട് ടി വിയുടെ മുന്നിലിരിക്കുന്നത് വലിയൊരു കാര്യമായിട്ട് വിചാരിക്കാതെ ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ പോയി പങ്കെടുക്കുക. അപ്പോൾ നാളെയും ഉണ്ട് പരിപാടി, അപ്പോൾ അതിന് പോകണം. ഇന്നാണെങ്കിൽ ഇന്നലെ വൈകിട്ട് ഞാൻ ഓർത്ത രാത്രിയിൽ ലൈവിൽ വരണം, എല്ലാവരോടും സംസാരിക്കാൻ, പാട്ടൊക്കെ പാടാമെന്ന്. പക്ഷേ ഞങ്ങൾ പൂവൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 11 മണിയൊക്കെ കഴിഞ്ഞ്. പിന്നെല്ലാം ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി തൂക്കുമെന്ന് വെച്ചാൽ വീടിനകവും പുറവും എല്ലാം തൂത്തിട്ട് പിറ്റേ ദിവസത്തെ രാവിലെ ചൂലെടുക്കില്ല. ചൂലിന് വരെ ഓണമാണെന്നാണ് പറയുന്നത്. അതിന് രാവിലെ ഉപയോഗിക്കില്ല. അപ്പം രാത്രിയിലെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി ഇടും. അപ്പം പിന്നെ അതും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് താമസിച്ചു. പിന്നെ കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറകെ അങ്ങനെ പോയതുകൊണ്ടാണ് എനിക്ക് ലൈവിൽ വരാൻ പറ്റാം. ഞാൻ സോറി. അതിൻ്റെ തലേദിവസം പറഞ്ഞാൽ ഞാൻ മാക്സിമം വരാം എന്നൊക്കെ. പക്ഷേ ഞാൻ ഓർത്തില്ല ഇത്രയധികം താമസിക്കുന്നു. പൂക്കളം ഇടാൻ വെളിയിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയെല്ലാം കഴിഞ്ഞ് ഞാനും കുഞ്ഞും കൂടെ പൂവൊക്കെ ഇറുത്തെല്ലാം വെച്ചു. അപ്പോൾ അവളുടെ രീതി അറിയാമല്ലോ, എല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെ. പിന്നെ അതിൻ്റെ ബഹളമൊക്കെ നോക്കിയപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി പൂവിടാം, മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മഴ. ആ മഴ അങ്ങനെ ഭയങ്കരമായിട്ടും തുടർന്നുകൊണ്ടേയിരുന്നു. മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി മുറ്റത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവത്തില്ല, ഒഴുകിപ്പോവും. അതുകൊണ്ട് വേണ്ടാന്ന് കരുതി പിന്നെ സിറ്റ് ഔട്ടിലോട്ട് തന്നെ ഇട്ട് അങ്ങനെ അതങ്ങ് കഴിഞ്ഞു. സദ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നാളെ ഇനിയും അപ്പുറത്ത് പരിപാടിയുണ്ട്, അതിന് പോകണം എന്നൊക്കെ കരുതി ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഓണം സ്വീകരിച്ച് തിരിച്ച് യാത്രയാക്കുക ഓണത്തിന്. അടുത്ത വർഷം നമ്മൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പം എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ. ചെറുതാണെങ്കിലും വലിയ വിലയുടേതല്ലെങ്കിലും ചെറിയ ചെറിയ സമ്മാനങ്ങൾ വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റട്ടെ. അപ്പം ബാക്കിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ, ദേഷ്യം, സങ്കടമൊക്കെ. അതിനെപ്പറ്റിയൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ കൈകളിലല്ലാത്ത കുറേ കാര്യങ്ങൾ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്ത് മുന്നോട്ട് സന്തോഷമായിട്ട് ഈ ദിവസങ്ങൾ
കൊണ്ടുപോകാൻ പറ്റട്ടെ. അപ്പം ബാക്കി നേരിട്ട്. ഓക്കെ.